നമ്മളെല്ലാവരും വാട്സാപ്പിൽ വോയിസ് മെസ്സേജുകൾ അയച്ചു കൊടുക്കുന്നവരാണ്. വോയിസ് മെസ്സേജ് സാധാരണ വാട്സാപ്പിൽ നിലവിൽ നമുക്ക് നോർമൽ ക്വാളിറ്റിയിൽ മാത്രമേ അയച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ ഒരു വോയിസ് മെസ്സേജിൽ എക്കോ എഫക്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് വോയിസ് മെസ്സേജ് അയക്കാൻ സാധിച്ചാലോ? ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. സാധാരണ നമുക്ക് പാട്ടൊക്കെ പാടി അയക്കുന്നവർക്ക്, അതായത് വോയിസ് ഓൺ വോയിസിൽ പാട്ടൊക്കെ പാടി അയക്കുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതെങ്ങനെ വാട്സാപ്പിൽ ഡയറക്റ്റ് ഓൺ വോയിസിൽ എക്കോ എഫക്റ്റ് ചേർത്തിട്ട് അയക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ടു മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സംഭവം ഓൺ ആയിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ എക്വലൈസറൊക്കെ സെറ്റാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരുത്താം. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇവിടെ താഴെ കാണുന്നുണ്ടല്ലോ ഈ രണ്ട് ഓപ്ഷൻ, അതിൽ 50 ഞാൻ കൃത്യമായിട്ട് വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാറ്. അങ്ങനെ ആ രൂപത്തിൽ ഞാൻ സെറ്റ് ചെയ്തിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാട്ടുകളൊക്കെ പാടുമ്പോൾ നല്ലൊരു എക്കോ സിസ്റ്റവും നല്ല ക്ലിയർ വോയിസും എനിക്ക് കിട്ടുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് എക്കോ സിസ്റ്റം ഇതിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, ഇവിടെ ലൈവായിട്ട് നമുക്ക് പാടാനും വോയിസ് കൊടുക്കാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്യണം. താഴെ റെക്കോർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് വോയിസ് അല്ലെങ്കിൽ പാട്ടുകളൊക്കെ പാടാം. ഇവിടെ വോയിസ് കൺട്രോളിൻ്റെ ഒരു ഐക്കണും നൽകിയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്യാം. ഇവിടെ റെക്കോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു പാട്ട് പാടി നോക്കാം. ഞാനിപ്പോൾ ഒരു പാട്ട് തന്നെയാണ് പാടുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ചെറിയൊരു പാട്ട് പാടുകയാണ്. വെള്ളി നില തുള്ളികളോ കൺപീലി. ഇവിടെ സ്റ്റോപ്പ് ചെയ്ത ഉടനെ തന്നെ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഇവിടെ സേവ് ആയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നെ മുകളിൽ വലതുവശത്ത് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത എല്ലാ ഫയലുകളും ഇവിടെ സേവ് ആയി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാ കണ്ടോ, ഞാൻ പാടിയ ആ ഒരു പാട്ട് ഇവിടെ സേവ് ആയി കിടക്കുന്നുണ്ട്. ഇവിടെ ഡിലീറ്റിൻ്റെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി ഇത് നമുക്ക് വാട്സാപ്പിൽ ഓൺ വോയിസ് ആയിട്ട് എങ്ങനെ സെൻഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാമല്ലോ. ദാ റീസെൻറ്റ് ബട്ടൺ ഇതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇതുപോലെ ഷോർട്ടായിട്ട് കാണാം. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഓപ്പൺ ചെയ്യാതെ ഇതുപോലെ ഷോർട്ടായിട്ട് കാണുമ്പോൾ ആ ഒരു ആപ്പിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, ദാ ഇവിടെ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പകുതിയിൽ ഇങ്ങനെ നിൽക്കും. ഓക്കെ, പകുതിയിൽ ആ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ബാക്കി പകുതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ഓപ്പൺ ചെയ്യാം. സെലക്ട് ആപ്പ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ്, ഫേസ്ബുക്ക് എല്ലാം കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ വാട്സാപ്പിലാണല്ലോ ഇപ്പോൾ ഓൺ വോയിസിൽ സെൻഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് വാട്സാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ വാട്സാപ്പ് പകുതിയിൽ വന്നിട്ടുണ്ട്, ഒരു ആപ്ലിക്കേഷൻ പകുതിയിൽ വന്നിട്ടുണ്ട്. ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇവിടെ ആ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാമല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വോയിസ് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വാട്സാപ്പിൻ്റെ മൈക്ക് ഓൺ ആക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം. ഓണാക്കിയ ഉടനെ ആ പാട്ടൊന്ന് പ്ലേ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഉടനെ തന്നെ ഇവിടെ സെൻഡ് കൊടുക്കുക. ഇപ്പോൾ സംഭവം ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ട് നമുക്കറിയാലോ.
എങ്ങനെയുണ്ട് സംഭവം പൊളിയല്ലേ? ഈ ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി ഇതുപോലെ ഓൺ വോയിസിൽ നമുക്ക് എക്കോ എഫക്റ്റിൽ വോയിസും അതുപോലെ തന്നെ പാട്ടുകളൊക്കെ പാടി നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഒരല്പം ക്വാളിറ്റി കുറയും. കാരണം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും പ്ലേ ചെയ്തിട്ട് അത് നമ്മൾ മൈക്ക് ഓൺ ആക്കിയിട്ടാണല്ലോ സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി കുറയും. ഇനി അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ നമുക്ക് ഈ ഒരു ഫയൽ മാനേജറിൽ സേവ് ആയി കിടക്കുന്നുണ്ടാവും. മൊബൈലിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇന്റേണൽ സ്റ്റോറേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോൾഡർ നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു മ്യൂസിക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ പേരിലുള്ള ഒരു ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത ഫയലുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയറിന്റെ ഐക്കൺ താഴെ കാണാൻ സാധിക്കും. ആ ഷെയറിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പിലേക്കോ മറ്റോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. പക്ഷേ അത് ഓൺ വോയിസിന്റെ ആ ഒരു ഐക്കൺ അല്ല കാണിക്കുക. കണ്ടോ, രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ സോങ് ആണ്. പക്ഷേ നമ്മൾ ഓൺ വോയിസിൽ അയച്ചത് വേറെ, അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് അയച്ചത് വേറെ. ആ രൂപത്തിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിൽ ഇതുപോലെ നമുക്ക് എക്കോ എഫക്റ്റിൽ വോയിസും അതുപോലെ തന്നെ പാട്ടുകളും ഒക്കെ പാടിയിട്ട് ഓൺ വോയിസിൽ തന്നെ സെൻഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.